ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഫണ്ട ടീമാണ്. വെൽക്കം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ യൂട്യൂബേഴ്സിനിടയ്ക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്ക് കോമഡി അല്ലെങ്കിൽ ഫണ്ണി ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നവരുടെ ഫേവറേറ്റ് ചാനലാണ് ഫണ്ട. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നു, ഈ FUNDA പെട്ടെന്ന് നമ്മൾ ഈ ചാനലിലേക്കൊക്കെ വരുമ്പോൾ പേരൊക്കെ മാറിപ്പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പേരിലേക്ക് വരുന്നത്? അത് ഉമ്മയാണ്, എൻ്റെ ഉമ്മയാണ് പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഫണ്ട നല്ല ഉദ്ദേശത്തിലാണ് പേരിട്ടത്. ഫണ്ട അതായത് തമാശ, ഫൺ ഡാ, അതായത് ഒരാളെ ഡാ എന്ന് വിളിക്കുന്നത് ഫണ്ണാണടാ എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആൾക്കാർ കൂടുതൽ നമ്മളെ ഇതോ ഫുണ്ടച്ചേട്ടൻ പോണെന്ന് പറയുന്നത്. അങ്ങനെ കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം. അങ്ങനെയാണെങ്കിലും ഒരു നെഗറ്റീവ് രീതിയിലാണെങ്കിലും നമ്മളെല്ലാവരും അറിയപ്പെടുന്നു. അത്ര നൗഫലിനെയും ഹംദാനെയും നമ്മൾ വീഡിയോസിലൂടെയൊക്കെ കാണുന്നുണ്ട്. നാദി ആരാണെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. ക്യാമറ ചെയ്യും, പിന്നെ അവരുടെ സ്ക്രിപ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ കണ്ടന്റുകളൊക്കെ നാദിയുടെ ഐഡിയാസിൽ നിന്ന് വരുന്നതാണോ? നമ്മളെല്ലാവരും ഉണ്ടെന്നാലും അവൻ ഓരോ സാധനങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പം, ഒരു കണ്ടന്റ് ഇല്ലാതെ ഇരിക്കുമ്പം നാദി ഓരോന്ന് ഇട്ട് തരും. അപ്പം നമ്മളെല്ലാവരും ഒത്തിരുന്നാണ് എഴുതുന്നത്. ചിലപ്പോൾ ഹംദാനായി എന്താണ് വീഡിയോസ് ഹംദാനയുടെ എഡിറ്റിംഗ് ഹംദാൻ്റെ കയ്യിലാണ്. അപ്പോൾ എഡിറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ആദ്യം കൂടെ ഇരുന്ന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് എഴുതും, അല്ലെങ്കിൽ അങ്ങനെയാണ്. ചിലപ്പോൾ മൂന്നുപേരും ഒത്തിരുന്ന് എഴുതും. അങ്ങനെയാണ് പോകുന്ന കാര്യം. ഇപ്പൊ ദശാവതാര സിനിമയ്ക്കകത്തൊക്കെ കമൽഹാസൻ 10 റോളൊക്കെ ഒരു സിനിമയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂട്യൂബിൽ വരുമ്പോഴത്തേനും ഒറ്റ ഒരു വീഡിയോക്കകത്ത് ഒരാൾ 5 ക്യാരക്ടർ വരെയൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ട്. ശരിക്കും നിങ്ങൾ തന്നെ ഈ ക്യാരക്ടേഴ്സ് മാറി ചെയ്യാവുന്ന എന്തുകൊണ്ട് ആൾക്കാരെ കൂട്ടണില്ല? അല്ലെങ്കിൽ ഒരാൾ തന്നെ എങ്ങനെ മാറി ചെയ്യുന്നു? പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേസ് ഇവരുടെ കയ്യില്. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആൾക്കാരെ ഹയർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അത് ആൾക്കാരും പറയുന്നുണ്ട്, നിങ്ങൾ പുതിയ ആൾക്കാരെ എടുക്കാത്തത്, നിങ്ങൾ തന്നെ എല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കിനി ഈ ക്യാരക്ടേഴ്സ് നമുക്കിനി മാറ്റാൻ പറ്റില്ല. നമ്മളിപ്പം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. ഒരു പുതിയ ക്യാരക്ടർ പേര് വരുമ്പോഴേ ബാക്കിയുള്ള കൊടുക്കാൻ പറ്റും. അതൊരു പ്രശ്നമാണ്. എന്തായാലും ഭാവിയിൽ നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി. എനിക്ക് തോന്നുന്നത് താടിയുള്ള ജലജയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചന്ദ്രയാണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുണ്ട്. ശരിക്കും ഇവിടെ ആ ക്യാരക്ടേഴ്സിന് വേണ്ടി തന്നെ മാക്സിയും അതുപോലെ വിഗും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ? മാക്സി ഇല്ല, മാക്സിയാണ്. ജലജയ്ക്കും ചന്ദ്രയ്ക്കും വിഗില്ല. നമ്മളെ കുസുമോ ശാന്തി എന്ന് പറഞ്ഞ വേറെ 2 പെൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന് ഇതൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ബന്നി 2 എടുത്തിടും ഒരു ഇത് കാണിക്കും. ജലജ ചന്ദ്രി എന്ന് പറയുന്ന ജസ്റ്റ് ആണെങ്കിൽ ഒരു ഷോള് മാത്രം ഇട്ട് ഒരു പൊട്ടും തൊടും. കുസുമോ ശാന്തി എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിന് നമ്മളൊരു ബഞ്ഞിനെടുത്ത് തിരിച്ചിടും, കണ്ണ് വരയ്ക്കും, ശബ്ദം കുറച്ച് മാറ്റി പിടിക്കും. അത്രയല്ല. വിഗുകൾ വേറെ ക്യാരക്ടേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വിഗൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വിഗുകൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ക്യാരക്ടേഴ്സിന് പക്ഷെ വരുമ്പോൾ നമ്മൾ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു വർത്താനം കേൾക്കുമ്പോൾ വേറൊരു ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ചാനലിൽ കയറി കഴിഞ്ഞ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓരോരോ മോഡുലേഷനിൽ സംസാരിക്കുന്ന ഓരോരോ. അപ്പം ശരിക്കും ലൈവായിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ 2-3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൗണ്ട് ലൈവായിട്ടൊന്ന് ചെയ്തു തരുമോ? ജലജ എന്നുള്ള ക്യാരക്ടർ. എടീ സന്ദ്രി, എന്തരടേ ഇത്? ഒന്നുമില്ല ചേച്ചി, ഇവിടെ എങ്ങനെ ഇരിക്കണം? അത് ജലജ ചന്ദ്രയാണ്. ഇനിയിപ്പം കുസുമവും ശാന്തി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാണ്. എടീ ശാന്ത, എന്തരടേ? എന്താടേ കൊശേ? ഈ ഒരു ശബ്ദം. പിന്നെ പക്വത എന്തുതാ എന്ത് നടക്കന്താ എന്തൊക്കെ കൊണ്ടുവത്തേക്കുന്നു. അങ്ങനെ ടീം വർക്ക്. പിന്നെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ രഘുവിന്റെ വേറൊരു ശബ്ദമാണ്. എന്നതാണ് കാര്യം? ഒന്നുമില്ലടേ, ഇന്റർവ്യൂ എടുക്കണം. ഇത് ഇട്ടിച്ചായാലും ക്യാരക്ടർ രഘുവിന്റെ ഈ സെയിം ശബ്ദം തന്നെ. പക്ഷെ ഇങ്ങനെയാണ് സംഭവം. താടി വെച്ച് തട്ടമിട്ട പൊട്ട് തൊട്ട ജലജയാവും. എൻ്റെ തന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു താടി വെച്ച് കുറച്ച് പൗഡർ ഇട്ട രഘുവാകും, താടി വെച്ച് മറ്റേ കുറച്ച് ഇത് കരിയും വരച്ചിട്ട കുസുമാകും. എല്ലാത്തിനും താടി കോമൺ ആയിട്ടുണ്ട്. അങ്ങനെ ചെറിയ വേരിയേഷൻസേ കൊടുക്കുള്ളൂ. ശബ്ദം നമുക്ക് കുറെ ശബ്ദം എടുക്കാൻ പറ്റൂല. അപ്പോഴും ഒരേപോലെ തോന്നുന്ന ശബ്ദങ്ങൾ നമ്മൾ കുറച്ച് മേക്കപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന. എപ്പോഴും ക്യാരക്ടേഴ്സ് ആയി കഴിയുമ്പോഴത്തേനും വേറെ ക്യാരക്ടേഴ്സിന്റെ സൗണ്ട് കയറുമോ അല്ലെങ്കിൽ അവരുടെ മാനറിസംസ് ഒക്കെ? പിന്നെ ഉറപ്പായിട്ട് അത് കൂടുതൽ ഹംദാനാണ്. വേറെ ആയിരിക്കും ക്യാരക്ടർ പറഞ്ഞു വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആണ്. നീ എന്തിനാ ഇത് പറയും ഇവിടെ എന്നിട്ട് അവനുദ്ദേശം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും. നീ സാധനം ക്ലിയർ ആക്കിയല്ലേ പറ്റൂ. ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ പറ്റാറുണ്ട്. നേരം മറ്റേ ക്യാരക്ടർ പറഞ്ഞു നിന്നിട്ട് അടുത്ത 2-3 ക്യാരക്ടേഴ്സ് ചെയ്യണമുണ്ട്. പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പോലെ ചെയ്യാൻ പറ്റും. ചിലവ് മാറിപ്പോകും.
ഇപ്പം നമ്മുടെ പക്രു അങ്ങനെ പോലൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്ന കൂടുതലും കുട്ടികളാണ് ഓഡിയൻസ് ആയിട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അഡൾട്ട് കോമഡീസ് ഒന്നും നമ്മൾ അതിൽ കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് അഡൾട്ട് കോമഡീസ് ഒഴിവാക്കി നിർത്തിയതാണോ? ഉണ്ട്, പക്ഷേ അത് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ചിലതിലൊക്കെ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഫാമിലി കൂടുതൽ കാണുന്നതുകൊണ്ടും പിന്നെ കൊച്ചു കുട്ടികളാണ് കൂടുതലും 10 വയസ്സും 14 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, മീൻസ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലും. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇരുത്തി കാണിക്കുമ്പം ഇതുപോലുള്ള കോമഡി കണ്ട് അവരും ഇതിലോട്ട് തെറി വിളി അതൊക്കെ കുറച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യാറില്ല. കൂടുതൽ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വരാറില്ല. എന്നാലും എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് ഡബിൾ മീനിങ് കയറും. പക്ഷെ അത് വൃത്തിയേടാക്കില്ല. മീൻസ് ഭയങ്കര അത്രയും അരോചകമായിട്ട് നമുക്ക് ആക്കൂല. നമ്മള് ഒരു ചെറിയൊരു മീറ്ററിൽ പിടിച്ച് ശ്രദ്ധിക്കൂല. അപ്പോഴും അവരൊരു മുഖത്തൊരു ചിരിയും വരും, അവർക്ക് കാര്യം മനസ്സിലാവും. വേറെ ഉദാഹരണത്തിന് തെങ്ങിലിപ്പോ ഒരാളാണെങ്കിൽ തേങ്ങ വെട്ടാങ്കിൽ പണ്ടത്തെ പരിപാടി തെങ്ങിലൊക്കെ തേങ്ങ വെട്ടാൻ മോളിൽ നിർത്തി നോക്കുമ്പോഴേ എന്തുവാണ് എന്തോന്നാ പറയണ തേങ്ങ അല്ല എന്റെ പേര് കൊച്ചിങ്ങാണ് എന്തോടെ കൊച്ചിങ്ങ അങ്ങനത്തെ മീൻസ് അങ്ങനെ ചെറിയ ചെറിയ അങ്ങനെ പറയണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ ഇപ്പം ഇല്ല, നമ്മൾ ഈ വീഡിയോസ് കാണുന്ന സമയത്തല്ലേ ഒരുപാട് ചിരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീനിലെ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആക്ച്വലി ഇത് ചിരിച്ചൊക്കെ ചിരിച്ച് അവർ കുറെ തെറ്റിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു ചില ഡയലോഗ്സ് നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ട് പറയുമ്പോൾ ഭയങ്കര രസമാണ്. അത് ഭയങ്കര രസമാണ് ആ പ്രോസസ്സ് അങ്ങനെ ചെയ്ത് തരണത്. ചിരിയേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ തെറിയാണ്. കാരണം എപ്പോഴും ദേഷ്യം വരും. കാരണം ടാക്ക് എടുത്തിട്ട് ശരിയാവില്ല. ഒരേ ടൈമിൽ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും നമ്മളെന്നെ ഡയലോഗ് തെറ്റിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവന് ആക്ഷൻ ആളെ കൂടുതൽ ഇതിനകത്ത് അരി പറക്കുന്ന ചിലതൊക്കെ പെട്ടെന്ന് അവന് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഡയലോഗൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കും. ബാക്കിയൊക്കെ ചിലതൊക്കെ ഉറക്കപ്പിച്ചുണ്ടെങ്കിൽ ചിലപ്പോ. ഈ ചാനലിനെ ഏറ്റവും കൂടുതൽ ഹൈലേക്ക് കൊണ്ടുപോയ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്രുവും സുപ്രുവും. ആ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് ശരിക്കും കൊണ്ടുവരാന്ന്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൊണ്ടുവരുന്നത് യൂട്യൂബിലേക്ക്? ചൈൽഡ് വെർഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതലും കാണുന്ന കുട്ടികളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ചൈൽഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ക്യാരക്ടർ നമ്മൾ ഇതിലും എടുത്തിരിക്കുന്നത്. ഫാമിലി ഒന്ന് മാറിയുന്നു. പക്രു സുബ്രു എന്ന് പറയുന്ന 2 ക്യാരക്ടർ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇട്ട് നോക്കി, ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഇതിലും സെറ്റാവെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ആഗ്രഹം, എനിക്ക് ആ പക്രുവിന്റെ സുപ്രുവിന്റെ സൗണ്ട് നിങ്ങൾ ഡബ് ചെയ്യല്ലോ, അപ്പൊ അത് ഓൺ വോയിസിൽ ഒന്ന് ചെയ്യാം. പക്ഷെ ഷോർട്സിൽ നമ്മൾ എല്ലാവരും ചോദിക്കും, നമ്മള് ശബ്ദം ഷോർട്സിലും ലോങ്ങിലും വ്യത്യാസം എന്നുള്ളത് ചോദിക്കും. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്സിൽ നമ്മൾ 1 മിനിറ്റല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ 1 മിനിറ്റാണ് വീഡിയോ ഇടുന്നത് ഷോർട്സിൽ. അപ്പോൾ നമ്മൾ സ്പീഡ് അടിക്കും. 1 മിനിറ്റ് കൂടുതലായിരിക്കും. സ്പീഡ് അടിക്കുമ്പോഴാണ് ആ ശബ്ദം കുറച്ച് അങ്ങനെ ആവുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏതാ പക്കുതു എന്താ നിനക്ക് കൊതപ്പം താ ചേർത്ത് ഇവിടെ കുറെ പിള്ളേർ നമ്മൾ ആ പിള്ളേരെ കണ്ടാണ് താ ചേർത്ത് പിള്ളേർ നാട്ടു തിരിയാത്തതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്. ഇതാ പക്കുതു ഇന്ന് സ്കൂളിൽ പോകുന്നത് ഏതാ അങ്ങനത്തെ രീതിയിലാണ്. പറഞ്ഞോ സ്കൂളിൽ തിത്തത് വന്നതാ. എനിക്ക് ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. അപ്പം ഇത് ചെയ്യാൻ വേണ്ടത് ഒരു ദിവസം കണ്ടില്ലെങ്കിലും പക്രുവിന്റെ സുപ്രുവിന്റെ വീഡിയോ ഇടുന്ന കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലേ? കുറെ പേര് വരുന്നുണ്ട് ഇതേപോലെ. കുട്ടികളാണ് കൂടുതൽ കാണുന്നത്. അപ്പോഴും അവരെ മാതാപിതാക്കൾ ഇവിടെ പറയുന്നത് പക്രുവിന്റെ സുപ്രുവിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. കുറെ പേര് അങ്ങനെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലും അങ്ങനത്തെ ചെയ്യും. പിന്നെ കുറെ അങ്ങനെ ആയാൽ പിന്നെ ആൾക്കാർ പറയും മടുക്കും. എപ്പോഴും സുബ്രുവിന്റെ പക്രു വീഡിയോസ് എന്ന് പറഞ്ഞാൽ വീണ്ടും മാറ്റി പിടിക്കും. അപ്പോഴും ഓഡിയൻസ് പറയുന്നതനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് മാറ്റാൻ നോക്കും. നമ്മൾ ഒരു ഇത് വെച്ച് മാറ്റാൻ നോക്കും. നാദി, ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഇപ്പം ചന്ദ്രി, ജലജ, അതുപോലെ തന്നെ രഘു, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സ്ഥലപ്പേരുകളൊക്കെ നിങ്ങളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ റിയൽ എന്തെങ്കിലും ഈ നാട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് പോലെയാണ്. വാപ്ലിമുക്ക് യൂണിവേഴ്സ് എന്നാണ് നമ്മൾ. അതിലാണ് ഈ രഘുവും ചന്ദ്രിയും ജലജയും മഹേഷും ജിത്തും ഒക്കെ വരുന്നത്. അപ്പം അവിടെ നടക്കുന്ന ഒരു നാട്ടിൽ നടക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ കൂടുതലും പോകുന്നത് കാര്യങ്ങൾ. ചിലത് നമ്മൾ ഔട്ട് ഓഫ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം മെയിനായിട്ട് ഈ വാപ്ലിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അതിലാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നത്. അത് നമ്മളെല്ലാവരും കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു യൂണിവേഴ്സ് പോലെയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ സ്ഥലമൊന്നുമില്ല. ചുമ്മാ ഒരു ആദ്യത്തെ വീഡിയോയിൽ, നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ട പേരാണ് വാപ്ലിമുക്ക് എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്
പല വീഡിയോയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഹ്യൂമർ അല്ലെങ്കിൽ ഈ ഫണ്ണി സൈഡൊക്കെ പിടിക്കുമ്പം സ്ക്രിപ്റ്റിലാണെങ്കിലും അത് അഭിനയിക്കാനാണെങ്കിലും അത് വർക്കൗട്ട് ആക്കിയെടുക്കാൻ കുറച്ച് നല്ല ഡിഫിക്കൽട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഇപ്പോൾ യൂട്യൂബിലേക്കാണെങ്കിലും ഇങ്ങനെ ഒരാളെ ചിരിപ്പിക്കുക എന്നൊക്കെ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരുന്നോ? കുഴപ്പമില്ല. നമ്മള് പിന്നെ എന്താണ് ചിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഹംദാൻ എഡിറ്റ് ചെയ്ത് മറ്റേ ശബ്ദം സൗണ്ട് എഫക്ട്സ് കുറച്ച് കേൾക്കും. അപ്പോഴും കുറച്ച് ഇതായിട്ട് തോന്നും. ഇതിപ്പോ നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേജിൽ പോയി നമ്മൾ ഇതുപോലെ അവതരിപ്പിച്ചാൽ ഇതാവണമെന്നില്ല, എസ്റ്റാബ്ലിഷ് ആവണമെന്ന്, ആരും ചിരിക്കണമെന്നില്ല. നമ്മൾ ഫോൺ മീൻസ് ഇങ്ങനെ കട്ടും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ചെയ്യണോണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്ത് അവർക്ക് ചിരിക്കണമെന്നില്ല. മീൻസ് മെയിനായിട്ടാണ് ഈ വോയിസ് അങ്ങനെ ചേഞ്ച് സ്പീഡ് ആക്കുന്നതുകൊണ്ടൊക്കെ ചിലപ്പം ഗുണം വരുന്നത് അതാണ്. നമ്മള് സാധാ പറയുന്നത് ഇപ്പം നമ്മളെങ്കിൽ ഒരു പരിപാടിക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മള് ഡയലോഗ് തെറ്റിക്കും, അപ്പൊ കൂവല് വരും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും പിന്നെ കുറെ കട്ട്സും ഷോർട്സും ഒക്കെ എടുത്ത് ചെയ്യണോണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ചിരിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടായി അവർ ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആണോ? എങ്ങനെയാണ് ഹാപ്പിയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മളിപ്പം കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നു. നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തീർത്ത് ഇപ്പം ഹംദാൻ ഒരു പുതിയ വീടാണ്. ഹംദാൻ ഒരു മാസമേ ഉള്ളൂ, പാലുകാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസമേ ഉള്ളൂ. പക്ഷേ യൂട്യൂബ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണെന്ന് വെച്ചാൽ അല്ല, എന്നാലും യൂട്യൂബിന്റെ പൈസയും കൂടെ ഉണ്ട്. കാരണം ലോണും കഴിഞ്ഞെടുത്താണ് തന്നെയാണ് വീട് വെച്ചത്. എന്നാലും യൂട്യൂബിന്റെ വരുമാനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ച് തീർക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ്. നമ്മളോട് ഭയങ്കര സന്തോഷമൊന്നുമില്ല, എല്ലാം നേടി എന്നുള്ള അങ്ങനത്തെ ഒരു ഇതുമില്ല, സന്തോഷം അങ്ങനെയില്ല, ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. ഇപ്പം യൂട്യൂബേഴ്സൊക്കെ സെലിബ്രിറ്റി സ്റ്റാർഡത്തിലേക്ക് മാറുന്നൊരു സമയമാണെങ്കിലും ഇപ്പം സൊസൈറ്റിയിലൊക്കെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിലും അവൻ യൂട്യൂബർ ആണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് ചെയ്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം നാട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ ഇതൊന്നും ചിലവർ നല്ല രീതിക്ക് ചോദിക്കും, ഇത് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, വേറെ ഒന്നും കൂടെ നോക്കണം, ഒരു പക്ഷേ ഇതൊന്നും പോയാൽ അത് നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ട്. ഇത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ വേറെ ആളുടെ ടീം എന്ന് പറയുമ്പോൾ നേരെ സ്ട്രൈറ്റ് ഇതിനൊന്നും വേറെ പണിയില്ലേടെ യൂട്യൂബ്. അപ്പം നമ്മൾ പറയുമ്പോൾ ആക്കി വിടുള്ളൂ, അത് അവർക്ക് ഇവിടെ സംസാരിക്കാൻ അവർക്ക് ഇതിൻ്റെ കുറേ പേർക്കൊന്നും ഇതിൻ്റെ എന്തുവാണ് എത്ര കിട്ടും മീൻസ് ഇതിൻ്റെ പോസിബിലിറ്റീസ് അറിഞ്ഞുകൂടാ, റവന്യൂലെ പോസിബിലിറ്റീസ് അറിഞ്ഞുകൂടാ. യൂട്യൂബ് നമ്മുടെ നാടൻ പ്രദേശമല്ലേ, അപ്പോൾ നമ്മൾ ഓന്നാക്കി വിടും. ചിലവർ നല്ല രീതിയിൽ പറയും, നിങ്ങൾ വേറെ എന്തെങ്കിലും തുടങ്ങണം, ഒരു ബാക്കപ്പായിട്ട് വേറെ എന്തെങ്കിലും സ്റ്റാർട്ടും കൂടെ ചെയ്യണം, കാരണം നിന്ന് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്കും പറയും. അല്ലാത്തവരും ഉണ്ട്, അല്ലാത്തവർ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, കുഴപ്പമില്ല. രണ്ട് സൈഡൊന്നും വരുമല്ലോ അല്ലേ? എനിക്കതിപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അത് ഫ്രണ്ട്സ് കൂടി തുടങ്ങുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കൂടി ചാനലുകൾ തുടങ്ങുമല്ലോ. നിങ്ങളാണ് ബ്രദേഴ്സ് കൂടിയാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു യൂണിറ്റി കാര്യങ്ങളൊക്കെ? അടിയെന്ന് പറഞ്ഞാൽ കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ കണ്ടന്റ് സെറ്റാക്കി നമ്മളിരുന്ന് എഴുതും. ചിലപ്പോൾ 3-4 മണിക്കൂർ ഇരുന്നാലും കണ്ടന്റ് കിട്ടൂല, വഴിക്ക് ദേഷ്യമാവും. കാരണം നമ്മൾ ഒരു ടൈം ടേബിൾ കണക്കാണ് വീഡിയോസ് പോകുന്നത്. കാരണം നമ്മൾ ദിവസം ഒരു 5 മണിക്ക് ഷോർട്സ് ഇടണം, ചൊവ്വാഴ്ച ഒരു ദിവസം ലോകം ഇടണം, 5 മണിക്ക് തന്നെ കൃത്യം വീഡിയോ വരണം എന്നുള്ളൊരിതുണ്ട്. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ കണ്ടന്റ് കിട്ടൂല, ഒരു ദേഷ്യം തുടങ്ങും. ഇവിടെ എന്തിടെ വഴി ഞാൻ അങ്ങനെ വേറെ ഇരിക്കുമ്പോൾ ഇവന്മാരെ നോക്കി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നിനക്കൊന്നും വേണ്ടിയിട്ട്, നിനക്ക് കൂടെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. വെറുതെ കണ്ടന്റ് ഇട്ടാൽ പിന്നെ ദേഷ്യം ഇവന്മാർ തീർക്കണമെന്നേ ഉള്ളൂ. അത് അവന്മാർ തിരിച്ചു ഇതേപോലെ എൻ്റെ അടുത്ത് പറയും, ദേഷ്യപ്പെടും, അടിപൊളിക്കാവും ഭയങ്കര. പക്ഷെ പിന്നെ വീണ്ടും അത് ഇതാവും, അപ്പോഴേക്ക് തീരും ഒരു 10-5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിത് ഇട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്താൽ മാറി നിന്നാൽ എനിക്കാണ് നഷ്ടം, അപ്പം ചെയ്താൽ മാറി നിന്നാൽ അവനാണ് നഷ്ടം. അപ്പോൾ എല്ലാവരും എപ്പോഴും ഒത്ത് നമ്മളെ അടിയോ കൂടും, എന്നാലും ഒത്തുനിന്ന് ചെയ്താലേ പറ്റുള്ളൂ, ഒരു വഴിയില്ല. എനിക്കത് ഹംദാൻ ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഹംദാനെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് വരുന്നു, ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജുകൾ വരാറുണ്ടോ ഹംദാൻ? ഇല്ലെന്നാണ് പറയാറ്. നമ്മള് കാണുന്നുണ്ട്, ഇങ്ങനെ മെസ്സേജ് കോളൊക്കെ വരാറുണ്ടോ? കോള് വരില്ല. പണ്ടൊരു കത്ത് കത്ത് വീട്ടിലാരാ കൊണ്ടുപോയിട്ട് 2 മഞ്ചും ഒരു കത്തും. അത് എനിക്കറിയാം, എൻ്റെ അനിയൻ്റെ അല്ല കണ്ടാ കൊച്ചു വെച്ചാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ബസ്സിലായിരുന്നു, അവൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, അവനെ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയപ്പോഴേക്കും സാധനം പറന്ന് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അതുപോലെ 2 മഞ്ചി പിന്നെ ഒരു കത്തും. ചൈൽഡിഷ് ഫേസ് ആണ്, പ്രായമുണ്ട് എന്നാലും ചൈൽഡിഷ് ഫേസ്. എന്നാൽ പ്രായമൊന്നും അപ്പൊ എന്നെ കണ്ട
നല്ലൊരു ഇതാണ്. അതുകൊണ്ട് 40 നല്ല താടിയൊക്കെ ഉള്ളതുകൊണ്ട് മുടി കുറവായുണ്ട്. എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ല. എന്നാലും നമ്മളെക്കാളും 2 വയസ്സ് മുമ്പ് ഞാൻ വന്നപ്പോഴും നോട്ടീസ് ചെയ്തു ഹംദാന്റെ താടിക്ക് എന്ത് പറ്റി. താടി നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. അവിടെയൊക്കെ ഉള്ളു താടി, ഫുള്ളൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഫേവറേറ്റ് ഞാൻ പറഞ്ഞല്ലോ പക്രു സുപ്രു ഒക്കെ, അതുപോലെ ചന്ദ്രയും ജലജയൊക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഞാൻ കൂടുതലും ചെയ്ത് എന്റെ ക്യാരക്ടറാണ്. ശാന്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഒരു പൊട്ടുന്നൊരു ഭയങ്കര രസമാണ്. അവൻ ചിരിച്ചു പോകും. നമ്മുടെ എനിക്കതൊരു വീഡിയോ എടുത്ത് മീൻസ് ആൾക്കാർക്ക് ചിരി വന്നിട്ട് നമ്മൾ എടുക്കുമ്പം കാണിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ചിരി വരും. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ രഘു അച്ഛൻ ക്യാരക്ടർ. നാദിക ഏത് ക്യാരക്ടറാണ് ഇവരുടെ? എനിക്ക് അവന്റെ അതന്നെ ചന്ദ്രയും ശാന്തയും, പിന്നെ അവരു മുത്തുപ്പാണ്ടി എന്നും പറഞ്ഞൊരു തമിഴൻ ക്യാരക്ടർ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. പിന്നെ നോഫ്ലിക രഘു ഭയങ്കര ഒരു സംഭവമാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇവർ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഈ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര എക്സ്പ്രഷൻസ് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ തരുന്നത്. അപ്പൊ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അല്ല എക്സ്പ്രഷൻസ് എല്ലാം കണ്ടുപടുത്ത് ഇവരെന്നെ ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി തോന്നും. എല്ലാ വീഡിയോസിലും ചില നമ്മളെ തന്നെ ഒരു ഷോർട്സിൽ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇത്രയും ഓവർ എക്സ്പ്രഷൻസ്, അത് ഒരു കണ്ടന്റ് അത് നമ്മളൊരു കണ്ടന്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഓവർ എക്സ്പ്രഷന്റെ കാര്യം ചിലത് ഇവര് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഭയങ്കര രസമായിരിക്കും. അത് നമ്മൾ അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യും. ഇപ്പൊ ജഗതി പറഞ്ഞ പോലെ തന്നെ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച എത്ര എക്സ്പ്രഷൻസ് ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോ മാക്സിമം കുറയ്ക്കാൻ നോക്കി. ആൾക്കാർ പറയുമ്പോൾ ഓഡിയൻസ് പറയാനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കും. നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറും. ഇപ്പം പറയുന്ന എക്സ്പ്രഷൻസ് ഓവറാണെന്ന് പറഞ്ഞാൽ കുറയ്ക്കും. നമ്മൾ ഇടയ്ക്ക് വെച്ച് എങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ ഈ അഭിനയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ അന്താനൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. ഡബ് സ്മാഷ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം റീലാണെങ്കിലും നമ്മൾ ചെയ്യുമല്ലോ. ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു ഫേസ് കാണിക്കണമെന്നുള്ള. നിങ്ങൾക്ക് സിനിമകളിൽ നിന്നൊന്നും കോള് വന്നില്ല ഇതുവരെ? സിനിമ അന്താന് 3 വർഷം മുമ്പ് ഓഡീഷന് വിളിച്ചായിരുന്നു. പിന്നെ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ലെ, അത് വേറൊരു പടത്തിന്റെ ഒരാളില്ലാത്തോണ്ട് അവർക്കായിട്ടുള്ള ഒരു കട്ടുള്ളതുകൊണ്ട് വിളിച്ചതാണ്. അപ്പം ആ ആള് അവൈലബിൾ ആയ സിനിമ റിലീസായി. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ഒരു ലോ ക്വാളിറ്റി കുറവായിരുന്നു. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പോയി ഡബിങ് പുറത്തുനിന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ വരയ്ക്കാൻ. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിമിന് പോയ ഒരു സ്ഥലത്തും പോകാറില്ല. നമ്മള് വീട് നമ്മള് പോകുന്നത് വീട് ഷൂട്ട് ഇത് തന്നെ, ഫുൾ ടൈം ഇത് തന്നെ. കാരണം ഒരെണ്ണം ഷോർട്ട്സ് ആണ്, പിന്നെ എഡിറ്റിങ്, പിന്നെ അടുത്ത എടുക്കും. ടൈം കിട്ടാറില്ല. ഇനിയിപ്പോ നാളെ ഒരു കല്യാണത്തിന് പോകാൻ നോക്കി നമ്മൾ ഇന്ന് 2 ഷോർട്സ് എന്നിട്ട് നാളെ ഷെഡ്യൂൾ ചെയ്തിട്ട് നാളെ പോകും. ഇവിടെ എല്ലാം പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതുണ്ട്. കാരണം ഇന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ റീച്ച് കുറഞ്ഞാൽ പിന്നെ നാളെ വീണ്ടും നമ്മൾ റീച്ച് ഇട്ട് കയറ്റി. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടും. അപ്പോഴും ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ കുറഞ്ഞു പോയാന്നുള്ളതുകൊണ്ട് മെയിൻ സ്ട്രീമായിട്ട് നമ്മൾ കൊണ്ടുപോകില്ലേ നമ്മളെ വരുമാനം. അപ്പോഴും ദിവസം ഇടും. ഫണ്ട ചാനൽ പോലെ തന്നെ ഫണ്ട 2.0 എന്ന് പറഞ്ഞ ഡെയിലി വ്ളോഗ്സിന്റെ ഒരു ചാനൽ കൂടി വന്നായിരുന്നു. അപ്പം ഈ ഡെയിലി വ്ളോഗ്സും ഇതിനു വേണ്ടി തന്നെ നിങ്ങള് നമ്മളൊരു സെക്കൻഡറി ചാനലായിട്ട് തുടങ്ങിയതാണ്. വ്ളോഗ്സ് കേട്ടോ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. എല്ലാം കൂടെ അത് ചെയ്ത് തീരുമ്പോൾ തന്നെ ഒരു പരിവാകും. എന്നാലും കിട്ടേണ്ട സമയത്ത് വ്ളോഗൊക്കെ പറ്റുന്നെങ്കിൽ കാറെടുത്തപ്പം വിട്ടായിരുന്നു, ഒരു നോമ്പിന്റെ ഒരു ഇട്ടായിരുന്നു, അങ്ങനെ വീടിന്റെ ഇട്ടായിരുന്നു, വീട് അങ്ങനത്തെ ചെറിയ ചെറിയ സമയം കിട്ടുമ്പോ ഇടും. ഇപ്പൊ പെരുന്നാൾ കാലമാണ്, നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്നാമത് വിശപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെങ്കിലും എങ്ങനെയാണ് കണ്ടന്റുകളെ കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടുണ്ടോ? നമ്മളിപ്പം നോമ്പിന്റെ കുറെ കണ്ടന്റ്സ് ചെയ്യും. അപ്പോഴേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ കണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ നോമ്പിന്റെ കണ്ടന്റ്സ് കുറേ ഉണ്ട്. പിന്നെ അല്ലാതെ ആലോചിക്കും. വിശപ്പ് ഒന്നും പ്രശ്നമില്ല, നാക്ക് കുഴഞ്ഞു പോകും. പിന്നെ വെള്ളം ഇല്ലാതെ ചൂട്, നല്ല ചൂട്, ഭയങ്കര ചൂടാണ്. അതേ ഉള്ളൂ. കൂടുതലും ഇപ്പം വീടിൻ്റെ അകത്ത് വെച്ചാണ് വീഡിയോസ് എടുക്കുന്നത്. എന്നാലും എടുക്കും. ലോങ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ പുറത്ത് വെച്ചാണ് എടുക്കുന്നത്. എടുക്കുകയും ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ചൊരു ആൾക്കാർ കൂടിയിട്ടാണ് ഇത്രയും വൈഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഇത്രയും വൈഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കി ഒരു ടീമൊക്കെ ആയി ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? ഉറപ്പായിട്ടുണ്ട്, ആഗ്രഹമുണ്ട്.
നല്ലൊരു കോണ്ടെക്സ്റ്റ് കിട്ടണല്ലേ. ഉണ്ട്, പക്ഷേ നമ്മളൊരു സൂപ്പർ ഹീറോ സബ്ജക്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ അത് എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് രഘുവും ജലജ അതൊക്കെ വെച്ചാൽ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഒരു സാധനം ചെയ്യണമെന്നുണ്ട്. നമ്മളെന്നാട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് ആൾക്കാർ വേണം. അത് നമ്മളെന്തായാലും അതിന്റെ കോൺസെപ്റ്റാണ്, അത് നാദി പറഞ്ഞു നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ട് ചെയ്യുക. പിന്നെ രഘുവിന്റെ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ഒരു സംഭവം. രഘുവിന് ഒരു ഇതുണ്ട്, രഘു ഡോൺ പണ്ടത്തെ ഡോൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. രഘു കാണണമെങ്കിൽ മനസ്സിലാവും. പിന്നെ ലിയോദാസ് ഇല്ലേ നമ്മളെ ഇതില്ല ലിയോ സിനിമ, അതേപോലെ രഘുദാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഭയങ്കര നമുക്ക് ഒരു ഇത് തന്ന ബൂസ്റ്റ് ചെയ്യുന്ന സാധനവും. ജോൺ വിക്ക് എന്ന് പറയുന്ന വീഡിയോ, ജോൺ രഘുവിക് എന്ന് പറയുന്നത്. പിന്നെ എന്താ ലിയോ ബേഡാസ് എന്ന് പറയുന്ന വീഡിയോ. പിന്നെ ഇപ്പൊ ഇറങ്ങിയ ഈ ഇടയ്ക്ക് വാർ എന്ന് പറയുന്ന വീഡിയോ. അതൊക്കെ നമുക്ക് നല്ല ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ആൾക്കാർ നല്ല കോമഡി എന്നുള്ള കണ്ടന്റിന് കൊച്ചു കൊച്ചു ആക്ഷൻസും നമുക്ക് പറ്റുന്ന രീതിയിൽ മാസ് ഡയലോഗ് കുറച്ച് കോമഡി അങ്ങനത്തെ രീതിയിൽ. രഘു പണ്ടത്തെ മീൻസ് അച്ഛനും അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ രഘു ആരാന്ന് പണ്ടായിരുന്നു. അപ്പോഴും പണിയാണ് പണ്ടത്തെ കിടിലോണെന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫണ്ട എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ സമയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നു, അപ്പം ഇങ്ങനൊരു ഫണ്ണി കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് മതി എന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ തീരുമാനം? അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് തുടങ്ങിയ ചാനലായിരുന്നോ? നമ്മുടെ ആദ്യം ഇപ്പോൾ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ കോമഡി വീഡിയോസ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്, സിനിമാറ്റിക് എന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ടാമതെപ്പോഴും നമ്മുടെ ഫേസ് എല്ലാവർക്കും ഒരു കോമഡി കണ്ടന്റിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ പിടിക്കാം. മീൻസ് കോമഡി ആകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ എൻഗേജഡ് ആകും, കൂടുതൽ റീച്ച് കിട്ടും. മീൻസ് കുറച്ച് എളുപ്പമായിരിക്കും കയറി പോകാനായിട്ട്. കോമഡി കണ്ടൻസ് ആൾക്കാർ ചിരിക്കാൻ എന്താണ് ഇഷ്ടപ്പെടുന്ന സമയത്ത് കോമഡി കയറിപ്പോ വിചാരിച്ചുകൊണ്ടാണ് കോമഡി വീഡിയോസ് ഇട്ടു തുടങ്ങിയത്. എനിക്കൊന്ന് ഫണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഫണ്ണി വീഡിയോസ് ഇനി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇതിനൊരു എക്സ്ട്രാ ഒരു വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട് നിങ്ങളുടെ വീഡിയോസിന് കേരളത്തിൽ. ഇനി ഞങ്ങൾ ത്രൂ ഔട്ട് ഇതുപോലത്തെ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.